ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മോർണിംഗ് 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു. മോനിന്ന് മദ്രസയിൽ പോകണം, അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റു. സൺഡേ ആണ്. എല്ലാ ദിവസവും 5:30 തന്നെയാണ് കേട്ടോ എഴുന്നേക്കുന്നത്. അപ്പോൾ മോനെ വിളിക്കാനായിട്ട് ഞാൻ മേളിലേക്ക് പോകാം കേട്ടോ. മോൻ മേളിലത്തെ റൂമിലാണ് ഉറങ്ങുന്നത്. 6:15 മദ്രസ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5:30 ആകുമ്പോഴത്തേനും അവനെ വിളിക്കണം. എങ്കിലേ ഒരു 6:10 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. ആൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ആലിമൊന്നും എഴുന്നേറ്റിട്ടില്ല, വേറെ ആരും തന്നെ എഴുന്നേറ്റിട്ടില്ല. ഞാൻ എഴുന്നേറ്റ ഉടനെ തന്നെ ആലിമും അപ്പം തന്നെ എഴുന്നേക്കോട്ടോ. പക്ഷേ ഇപ്പോൾ ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് അവനങ്ങനെ കിടന്നോളും. ആരെങ്കിലും കൂടെ ഇല്ലെങ്കിൽ അപ്പം തന്നെ അവൻ എഴുന്നേറ്റ് പോരും. അപ്പോൾ ആൾ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാൽക്കണിയിലേക്കൊന്ന് ഇറങ്ങി കേട്ടോ. ജസ്റ്റ് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ചെടിയൊക്കെ ഒന്ന് കാണാനൊക്കെ ആയിട്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ജസ്റ്റ് എവിടേക്ക് ഒന്ന് നോക്കിയതിന് ശേഷം ഞാൻ തിരിച്ച് താഴത്തേക്ക് തന്നെ പോന്നു. നേരെ കിച്ചണിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ടീ ഇട്ടു. ഇനിയിപ്പോൾ അടുത്തത് ചെയ്യാനുള്ളത് ചെടിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. അകത്ത് വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റ്സിനെയൊക്കെ ഒന്ന് മാറ്റി പുറത്തേക്കൊന്ന് സെറ്റ് ചെയ്യണം. 1 വീക്കാണ് അകത്ത് വെക്കാറ്. അതിന് ശേഷം തിരിച്ച് പുറത്ത് വയ്ക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഒരാഴ്ച മാത്രമേ അകത്ത് ഞാൻ വെക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ്ട് അകത്തിരുന്ന ചെടിയൊക്കെ ഞാനിപ്പോൾ അതേ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പുറത്തിരുന്ന് വെച്ചാൽ കുറച്ച് ചെടി അകത്തേക്ക് വെക്കാനുള്ളതും ഒരുമിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. വെക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കും. അതിനുശേഷം നേരെ അകത്ത് കയറ്റി വയ്ക്കും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതേപോലെ പുറത്തിറക്കുമ്പോഴാണ് നനച്ചു കൊടുക്കാറ്. അപ്പോൾ 2 സെറ്റ് നല്ലപോലെ നനച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെടിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. അകത്ത് വെക്കാനുള്ളതും പുറത്ത് വെക്കാനൊക്കെ ഉള്ളതൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോഴത്തേക്കും മോൻ പോകാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ട് 6:10 ആയിട്ടുണ്ട്. അവൻ മദ്രസയിലേക്ക് പോയി. ഇനിയിപ്പോൾ ഒരു 9 മണിയാകുമ്പോഴേ തിരിച്ചു വരുള്ളൂ. ആൾ കുളിച്ച് റെഡിയായി നിസ്കരിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ചെടിയൊക്കെ ഒന്ന് കുറച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട്, ഒന്നാമത്തെ കാര്യം സൺഡേ ആണല്ലോ, മോൻ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കി കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അപ്പോൾ മോൻ 8 മണിയായപ്പോഴും എഴുന്നേറ്റിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പതുക്കെ കിച്ചണിലേക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ദോശയും ചട്നിയാണ് ഉണ്ടാക്കുന്നത്. മോൻ പതിവ് പോലെ തന്നെ ഒരു പാത്രം പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചട്നിയൊക്കെ റെഡിയായി. അപ്പോൾ ഏകദേശം ഒരു 8:45 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. സൺഡേ ആയതുകൊണ്ട് തന്നെ ആർക്കും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അപ്പോൾ മോനോടൊപ്പം 2 പേരും കൂടി ഇരുന്ന് കളിക്കണേ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കുളിച്ചൊക്കെ റെഡിയായിട്ടൊക്കെ വന്നു. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡിലേക്ക് കടന്നു. അപ്പോൾ ഇന്ന് നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. പള്ളിയിൽ നിന്ന് ഇറച്ചി കിട്ടിയതിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനോട് തന്നാൽ പിന്നെ ഇന്ന് നെയ്ച്ചോറാക്കാമെന്ന് വിചാരിച്ചു. നെയ്ച്ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡിന് ഇന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് അതിന് പോയി. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറ് ഞാനാണ് കേട്ടോ വെച്ചത്. കറി ഹസ്ബൻഡാണ് വെച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കൂട്ടി കഴിക്കുക. ഇടയ്ക്ക് അവൻ ടി വിയും കാണുന്നുണ്ട്, അതിൻ്റെ ഒപ്പം ഫുഡും കഴിക്കുന്നുണ്ട്. അവൻ്റെ ഫുഡ് ഫിനിഷ് ആയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി അവന് വാരി കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുറേ നേരം കിടന്ന് ഉറങ്ങി കേട്ടോ ഇന്ന്. അപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ലതായിട്ട് മഴ പെയ്തായിരുന്നു. അപ്പോൾ മഴയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം ഞാൻ ഏറ്റവും മേളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അവിടെ ചെടി നനക്കാനുണ്ട്. ഇന്നലെ നനക്കാൻ പറ്റിയില്ല. അപ്പോൾ ചെടി നനക്കാമെന്ന് ഓർത്തിട്ടാണ് മേളിലേക്ക് പോകുന്നത്. അപ്പോൾ എവിടെ പോകുമ്പോഴും ഇയാളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഏറ്റവും മേളിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ. കാരണം മേളിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ചെടികളൊക്കെ നന്നായിട്ട് കിടന്ന് ആടുന്നുണ്ട്. അതേ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മേളിൽ ഞാൻ ട്യൂഷൻ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. മേളിലാണ് ഇപ്പോൾ ട്യൂഷൻ എടുക്കുന്നത്. മുമ്പ് താഴെയായിരുന്നു. അപ്പോൾ സൗകര്യക്കുറവ് കാരണം മേളിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ചെടിയൊക്കെ നനച്ചു കൊടുത്തു. കാര്യമായിട്ട് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ 1-2 നനക്കാറുള്ളൂ മേളിലും ബാൽക്കണിയിലൊക്കെ. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം താഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോഴേക്കും മോൻ്റെ റൂമിൽ വന്നപ്പോഴത്തേനും അവൻ കുറച്ച് നേരം അവിടെ നിന്നൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ആഹിലുണ്ടായില്ല. ആഹിൽ കളിക്കാൻ പോയേക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. അപ്പോൾ ഹസ്ബൻഡ് ഫുഡ് കഴിച്ച് സ്നാക്സ് കഴിച്ച് കൂടിപ്പോയെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മോനെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവർ തിരിച്ച് വരുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. മഴയുണ്ട്. അപ്പോൾ തിരിച്ച് വരുന്നതാണ് ഈ കാണുന്നത്.
പിന്നെ അടുത്ത വീട്ടിലെ ചേച്ചി ഞങ്ങൾക്ക് പായസം തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് ആദ്യം വേണ്ടാന്നൊക്കെ വിചാരിച്ചിരുന്ന് നാളെ കുടിക്കാമെന്ന് ഓർത്തു. പിന്നെ അത് കഴിഞ്ഞ് പായസം കുടിച്ചു. അപ്പോൾ ഇന്ന് ഹെവി ഫുഡായി പോയിട്ടോ. അപ്പോൾ ടി വിയൊക്കെ കണ്ടിരിക്കുകയാണ്. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനും ഫുഡ് കഴിക്കണ്ടെന്ന് ഓർത്താണ്. പിന്നെ എന്നാലും കുറച്ച് കഴിക്കാമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാമായിരുന്നു. വളരെ കുറച്ച് മാത്രം ഫുഡ് കഴിച്ചോളൂ കേട്ടോ. കാരണം ഓൾറെഡി ഫുഡ് അത്യാവശ്യം കഴിച്ചുകൊണ്ട് കുറച്ച് ഫുഡ് മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ അതിന് ശേഷം ഒരു കട്ടൻ ചായ കുടിച്ച്, ഞങ്ങളങ്ങനെ ഹെവി ഫുഡൊക്കെ കഴിക്കുമ്പോൾ കട്ടൻ ചായ കുടിക്കാറുണ്ട് കേട്ടോ, മധുരമൊന്നും ഇടാണ്ട്. അപ്പോൾ അങ്ങനെ കട്ടൻ ചായ കുടിച്ചു. പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു, കിച്ചണൊക്കെ ക്ലീനാക്കി. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ കിടന്നു കേട്ടോ. അപ്പോൾ ആഹിൽ കിടക്കാനായിട്ട് മേളിലേക്ക് പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.